മേജർ രവിയുടെ ആദ്യത്തെ ചിത്രം കിടിലൻ ചിത്രമായിരുന്നു. നമ്മളൊക്കെ അന്ന് തിയേറ്ററിൽ പോയി ആദ്യത്തെ ദിവസം തന്നെ നൂൺ ഷോ അല്ല ഫട്ട് ഷോ പോയി കണ്ട സിനിമയാണ് കീർത്തിചക്ര. ജീവയൊക്കെ മോഹൻലാലും ജീവയും തകർത്താടിയ സിനിമ. നല്ല ഗംഭീര പാട്ടുകൾ, വിഷ്വലൈസേഷൻ, അതിൻ്റെ എല്ലാം കൊണ്ടും നല്ല ഗംഭീര സിനിമ. അതിനുശേഷം മേജർ രവി ഒരുക്കിയ ചിത്രങ്ങൾ, ഇപ്പം കുരുക്ഷേത്ര ആയിക്കോട്ടെ, കർമ്മയോദ്ധ ആയിക്കോട്ടെ, കാണ്ഡഹാർ എന്നൊക്കെ പറഞ്ഞ ചിത്രം നമ്മൾ പോയി തൊഴുത അമിതാഭ് ബച്ചനെയൊക്കെ കൊണ്ടുവന്ന് നാണം കെടുത്തി എന്ന് പറയുന്ന ഒരു ചിത്രം. ചായ കൊടുക്കാൻ വേണ്ടി അമിതാഭ് ബച്ചനെ കൊണ്ടുവന്ന സീൻ പോലൊക്കെ കുറേ സീനുകളും മാത്രം. പിന്നെ അതിനുശേഷം ബിയോണ്ട് ബോർഡേഴ്സ്, മിഷൻ ഐഡിയസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് നല്ല ഗംഭീര ഫ്ലോപ്പായ സിനിമയാണ്. പിന്നെ പിക്കറ്റ് 43 ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അതായത് ഈ കുരുക്ഷേത്ര കഴിഞ്ഞാൽ പിക്കറ്റ് 43 രണ്ടെണ്ണം. അത് പൃഥ്വിരാജായിരുന്നു, നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. അത് വലിയ വിജയമൊന്നും ആയാലും അത്യാവശ്യം അത് ഹിറ്റ് സ്റ്റാറ്റസിൽ വന്ന സിനിമയാണ്. ഇപ്പം വീണ്ടും മോഹൻലാൽ മേജർ രവി ചിത്രം വരുന്നു എന്നുള്ള വാർത്ത പറയുന്നതല്ലാതെ ഇത് ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട് ഇനി മോഹൻലാൽ മേജർ രവി ചിത്രം നടക്കത്തില്ല. പക്ഷേ 100% നമ്മളും അന്ന് നേരത്തെ പറയുന്നുണ്ട് മോഹൻലാൽ എപ്പോഴായാലും മേജർ രവിക്ക് ഡേറ്റ് കൊടുക്കും. അതിന് പല വിവിധമായ കാരണങ്ങളുണ്ടായിരിക്കും, പക്ഷെ ഡേറ്റ് കൊടുത്തിരിക്കും. അവരുടെ സൗഹൃദം ഒക്കെ ഉണ്ട്. എന്തായാലും ലാസ്റ്റ് ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ ബേസ് ചെയ്ത് മോഹൻലാൽ ചിത്രം വന്നിരിക്കും. പിണറായി വിജയൻ കേരളിനെ കുറിച്ച് പറഞ്ഞ പോലെ ആവില്ല, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്നാണ് ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടാണ് മേജർ രവി പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ ചിത്രം വരും. ഇതിന്റെ ടെക്നിക്കൽ ക്രൂ ഒക്കെ അതിഗംഭീരമെന്നാണ് മേജർ രവി പറഞ്ഞത്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും ഫൈറ്റ് മാസ്റ്ററും എല്ലാം അതിഗംഭീര ക്രൂ ആണ് വരുന്നത്. എന്തായാലും ഉറപ്പാണ് അടുത്ത വർഷം ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുകയും അടുത്ത വർഷം റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പല മോഹൻലാൽ ഫാൻസുകാർക്ക് പോലും, സ്വന്തം ഫാൻസുകാർക്ക് പോലും മോഹൻലാൽ മേജർ രവി ചിത്രം വരുന്നതിനോട് പോലും താല്പര്യമില്ലാത്തതിന്റെ കാരണം മേജർ രവിയുടെ ഒരു സിനിമയുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല 90% നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്കാ ഫ്ലോപ്പുകളാണ്. ഇപ്പൊ കർമ്മയോദ്ധ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ വളരെ ചുമ്മാ ഒരു സിനിമയായിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. മോഹൻലാൽ സൗഹൃദത്തിന്റെ പേര് ഡേറ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും മേജർ രവിക്ക്. മേജർ രവി നന്നായിട്ട് ഇതിൽ യൂട്ടിലൈസ് ചെയ്താൽ അതിഗംഭീരമായ ഒരു ചിത്രമായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.